ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള ബ്രെഡും ഓറിയും കൂടി ഉള്ള ഒരു കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടാണ് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡ്, 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ നമ്മൾ പഞ്ചസാര ലായനി വേണം, അതൊരു കപ്പ് എടുക്കാം, പിന്നെ ഒരു പാക്കറ്റ് പാല്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് പൊളിച്ചിട്ട് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് നമ്മളെ അവസാനത്തെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ ക്രീമും കൂടി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ നമ്മളിത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബിസ്ക്കറ്റ്. നമുക്ക് അടുത്തായിട്ട് തന്നെ ഈ പാൽ ഇതിലേക്ക് ലാശം ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തായിട്ട് ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം പറ്റുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ ഓറിയോ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപ്പോൾ നമ്മൾ മുഴുവനായിട്ടും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പമായിട്ട് നമ്മുടെ പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബ്രെഡ് വെക്കാം. ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ തേക്കാനുള്ള ഒരു ക്രീമും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമാണ്. അത് നമ്മൾ ഈ ബാക്കി വന്ന ഈ ഒരു ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് സെറ്റ് ആവാക്കാം. അതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി മിഠായിയൊക്കെ ഒന്ന് ചേർത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം. അതിലേക്കും ഗുഡ് ബൈ.